ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനലിലൂടെ നിരന്തരമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന വീഡിയോകൾ ഡ്രൈവിംഗ് ടെക്നിക്കുകളും ഡ്രൈവിംഗ് ടിപ്സുകളുമാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ബ്രേക്കിംഗ് ടെക്നിക്കുകളെ കുറിച്ചാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയാണ്. നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്, വണ്ടി നിർത്തുമ്പോൾ ഫസ്റ്റ് ബ്രേക്ക് ആണോ അമർത്തേണ്ടത്, ഫസ്റ്റ് ക്ലച്ച് ആണോ അമർത്തേണ്ടത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് തന്നെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ നിങ്ങൾ ഓൾ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റോഡിൽ പോകുന്നു, വണ്ടി ഓടിച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. അതായത് സാധാരണ നമ്മളുടെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ABS, EBD അങ്ങനെ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റങ്ങൾ ഇപ്പോൾ ഉള്ള വാഹനത്തിൽ ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ വാഹനം സേഫ് ആയിട്ട് നിർത്തുവാനായിട്ട് ഇറങ്ങിയേക്കുന്ന അപ്ഡേറ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ വാഹനത്തിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. എന്തിനാണ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വന്നത്? കാരണം വേറൊന്നുമല്ല, നമ്മളുടെ എല്ലാം വാഹനം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അതായത് എഞ്ചിനും മറ്റു കാര്യങ്ങളും എല്ലാം അടങ്ങി ഇരിക്കുന്ന ഒരു ഭാഗം ഫ്രണ്ടിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് ഫ്രണ്ടിലാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉള്ള വാഹനങ്ങളാണ്. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വന്നേക്കുന്നത്. പിന്നെ ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതായത് ഓയിലുമായിട്ട് കണക്ട് ചെയ്താണ് ഈ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ബോണറ്റ് നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ എഞ്ചിനോട് ചേർന്ന് തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കുവാനായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ടാങ്ക് കാണാം. ആ ടാങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് നിശ്ചിത അളവിൽ നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്തിരിക്കണം. അപ്പോഴാണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് ഈ ഫ്ലൂയിഡുമായിട്ട് കണക്ട് ചെയ്ത് ഫ്ലൂയിഡ് ഓപ്പൺ ആകുകയും അതിലൂടെ ഒരു ചെറിയൊരു ഹോസിലൂടെ കൃത്യമായിട്ടുള്ള നമ്മളുടെ 4 ടയറിലേക്ക് ഈ ഓയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ അങ്ങോട്ട് ചെല്ലുകയും ആ പ്രഷർ ചെല്ലുന്നത് മുഖാന്തരം 4 വീല് കൃത്യമായിട്ട് ലോക്ക് ആവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ ഓൾറെഡി സ്റ്റാർട്ട് ആകുന്നു. അപ്പോൾ ചെറിയൊരു ടോർക്ക് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ആ ഒരു ടോർക്കിലൂടെ നമുക്കൊരു വാഹനത്തിനെ ഒരിക്കലും ചലിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് വാഹനത്തെ നല്ല രീതിയിൽ നല്ല ഹൈ ടോർക്ക് കൊടുത്ത് ചലിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഗിയർ ബോക്സിന്റെ സഹായം വേണം. ഈ ക്ലച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ എഞ്ചിനുമായിട്ട് ഈ ഫസ്റ്റ് ഗിയർ ഓൾറെഡി നിങ്ങൾ കണക്ട് ആവുകയും എഞ്ചിനിൽ നിന്ന് വരുന്ന ആ പവർ ഗിയർ ബോക്സിൽ എത്തുകയും അത് പിന്നെ നമ്മളുടെ ഡ്രൈവ് വീലിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആക്സിലറേറ്റർ കൊടുക്കുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് വാഹനം റൺ ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു പവർ നമുക്ക് താൽക്കാലികമായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത്. ഒരു വാഹനം ഒരു ഗിയറിൽ പോകുമ്പോൾ നമുക്ക് വണ്ടി നിർത്തേണ്ട അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ഓഫ് ചെയ്യുവാൻ വേണ്ടി, അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ കട്ട് ഓഫ് ചെയ്യണം. അതുപോലെ ഗിയർ ബോക്സ് എഞ്ചിനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി നിർത്താൻ സാധിക്കത്തുള്ളൂ. അതിനാണ് നമ്മൾ ക്ലച്ചും കൂടെ അമർത്തുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ മുന്നിലായിട്ട് ഒരു സ്പേസ് കണ്ടിട്ട് നമ്മൾ വണ്ടി പ്ലാൻ ചെയ്ത് നമ്മൾ നിർത്താറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വണ്ടിയിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ ഈ ഒരു വീഡിയോ പോയി കണ്ടിട്ട് വാ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുത്തു, വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, ക്ലച്ച് ഫുള്ള് ചവിട്ടി ഞാനിത് തേർഡ് ഗിയർ കൊടുക്കുന്നു. ചെറിയൊരു ഇറക്കമാണ്. ഇനി ഇറക്കം കഴിഞ്ഞ് കുറച്ച് മുന്നിലായിട്ട് ഒരു നിരപ്പുണ്ട്. അവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യണം. ഇപ്പോൾ നിലവിൽ ഞാൻ പോകുന്നത് ഒരു 30 കിലോമീറ്റർ 35 കിലോമീറ്റർ സ്പീഡിലാണ്. ഒരുപാട് സ്പീഡിലല്ല വണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു നിരപ്പത്താണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കാല് മെല്ലെ ബ്രേക്കിൽ വന്ന് വണ്ടി സ്ലോ ചെയ്യുക. സ്ലോ ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 20 കിലോമീറ്ററിനടുത്ത് വണ്ടിയുടെ സ്പീഡ് വരുമ്പോൾ നിങ്ങൾ ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി സൈഡിലൊതുക്കി നിർത്തുക. ഒരു വണ്ടി ഒരു 40-45 കിലോമീറ്റർ വേഗതയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വണ്ടി പ്ലാൻ ചെയ്ത് നിർത്തണം. മുന്നിലായിട്ട് ഒരു സ്പേസ് കാണുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നിങ്ങൾ ബ്രേക്കിൽ വന്ന് വണ്ടിയുടെ വേഗത കുറയ്ക്കുക. ഒരു 20 കിലോമീറ്ററിനോടടുത്ത് വണ്ടിയുടെ വേഗത കുറയുമ്പോൾ നിങ്ങൾ മെല്ലെ ക്ലച്ചും കൂടെ താങ്ങി വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തുക. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിർത്തുമ്പോഴാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഒരു വണ്ടി നിർത്തുമ്പോൾ ആദ്യമായിട്ട് ബ്രേക്കിൽ വന്ന് ക്ലച്ച് ചവിട്ടിയാണോ ഒരു വണ്ടി നിർത്തുന്നത്, അതോ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം ബ്രേക്കിൽ വന്നാണോ ഒരു വണ്ടി നിർത്തുന്നത്? ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് 2 രീതിയിലും സംഭവിക്കാറുണ്ട്. അതെങ്ങനെയാണ്? നിങ്ങൾ ഈ ഒരു വീഡിയോ പോയി കണ്ടിട്ട് വാ. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഇവിടുന്ന് വണ്ടി മുന്നോട്ട് എടുക്കുന്നു.
വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് പോകുന്നു. ചെറിയ വേഗത്തിലാണ് വണ്ടി പോകുന്നത്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യണം. ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഫസ്റ്റ് നമ്മളിത് ക്ലച്ച് ഫുള്ള് ചവിട്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ബ്രേക്ക് വന്ന് നമ്മൾ വണ്ടി നിർത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വേഗതയിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം ബ്രേക്ക് ചവിട്ടി നിർത്തുക. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞാൻ ആദ്യം ക്ലച്ച് ചവിട്ടി അതിനുശേഷം ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. അപ്പോൾ ചോദ്യം എന്തുകൊണ്ടാവാം? വളരെ സിമ്പിളാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് ദൂരം മുന്നോട്ട് പോയി വണ്ടി പെട്ടെന്ന് നിർത്തി. ഒരു 20 കിലോമീറ്ററിന് താഴെയുള്ള ഒരു സ്പീഡിലാണ് വണ്ടി പോയത്. അപ്പോൾ നമ്മൾ വീണ്ടും ബ്രേക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് എഞ്ചിൻ ഇടിച്ച് വണ്ടി ഓഫായി പോകും. 20 കിലോമീറ്ററിന് താഴെയുള്ള വേഗത എന്ന് പറഞ്ഞാൽ വളരെ തീർത്തും കുറഞ്ഞ ഒരു വേഗതയാണ്. ആ വേഗത വീണ്ടും നമ്മൾ കുറയ്ക്കാൻ പെട്ടെന്ന് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ചാൽ പെട്ടെന്ന് വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. പക്ഷെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു 25-30 കിലോമീറ്റർ വേഗതയിലാണ് വണ്ടി പോകുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിൽ തന്നെ വരിക എന്നുള്ളതാണ്. കാരണം വണ്ടിയുടെ വേഗത കുറച്ചും കൂടെ കുറയ്ക്കുക. അതായത് ഒരു 25 കിലോമീറ്റർ താഴെ ഒരു 20 കിലോമീറ്ററിലേക്ക് വണ്ടിയുടെ വേഗത കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ക്ലച്ചും കൊണ്ട് ചവിട്ടി വണ്ടി നിർത്തുക. എന്നാൽ ഒരു 20 കിലോമീറ്റർ താഴെയുള്ള ഒരു വേഗതയിൽ നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുന്നു. പെട്ടെന്ന് നമ്മൾ വണ്ടി നിർത്തേണ്ട അവസരം വന്നാൽ ഫസ്റ്റ് നിങ്ങൾ ക്ലച്ച് ചവിട്ടുക. ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി എഞ്ചിൻ അടിച്ച് ഉറപ്പായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങൾ ക്ലച്ച് ചവിട്ടുക. ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടിക്ക് ഗിയർ ബോക്സുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വിടുന്നു. വണ്ടി ഓഫ് ആകാതെ തന്നെ നമ്മൾ മെല്ലെ ബ്രേക്കും കൂടെ ചവിട്ടുമ്പോൾ നമുക്ക് വണ്ടി നിർത്തുവാനായിട്ട് സാധിക്കും. നിങ്ങൾ വണ്ടി പഠിക്കുന്ന തുടക്കക്കാർ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്ന അവസരങ്ങളിൽ പെട്ടെന്ന് നിങ്ങൾ ബ്രേക്കിലേക്ക് വരുമ്പോൾ വണ്ടി ഇടിച്ച് നിൽക്കാറില്ലേ? എന്തുകൊണ്ടാണത്? അത് വണ്ടിയുടെ വേഗത തീർത്തും കുറവാണ്. ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വണ്ടി ഇടിച്ചിടിച്ചങ്ങ് നിൽക്കുന്നു, എഞ്ചിൻ ഇടിച്ച് വണ്ടി നിൽക്കുന്നു. ഇനി ഒരു കയറ്റത്ത് നമുക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുകയാണ്. റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വീണ്ടും വണ്ടി റോഡിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, വീണ്ടും ഞാനിത് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ക്ലച്ച് ഫുള്ള് ചവിട്ടി ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം മുന്നിലായിട്ട് ഒരു കയറ്റമാണ്. നമുക്കിവിടെ കയറ്റത്ത് പാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. ഇപ്പം ഞാൻ ആക്സിലറേറ്റർ കൊടുത്തിട്ടുണ്ട്. ആക്സിലറേറ്ററിന്റെ അളവ് ചെറുതായിട്ട് കുറച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ഒതുക്കുക. അതിനുശേഷം ക്ലച്ച് ചവിട്ടുക, പിന്നീട് ബ്രേക്കും കൂടെ ചവിട്ടി വണ്ടി നിർത്തുക. ഇനി നല്ല കുത്തനെയുള്ള ഒരു കയറ്റത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് വണ്ടിയുടെ വേഗത കുറച്ച് ക്ലച്ചിൽ വന്ന് ബ്രേക്കിൽ വന്ന് നിങ്ങൾ വണ്ടി നിർത്താവുള്ളൂ. കാരണം നമ്മൾ കയറ്റത്തായതുകൊണ്ട് തന്നെ ആദ്യം ബ്രേക്കിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി തീർത്തും സ്ലോ ആകും, എഞ്ചിൻ അടിച്ച് വണ്ടി ഓഫായി പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ഇനി എമർജൻസി ആയിട്ട് നമുക്കൊരിടത്ത് വണ്ടി നിർത്തണം. ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ വണ്ടി പോകുമ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾ വണ്ടി നിർത്തണം. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഒരു വീഡിയോ പോയി കണ്ടിട്ട് വാ, അതിനുശേഷം അതിനുള്ള ഒരു മറുപടി പറയുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഒരു വണ്ടി ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു വണ്ടി സ്ലോ ചെയ്ത് നമുക്ക് ഇടത്ത് വണ്ടി നിർത്താമെന്നുള്ളതാണ് കാണിച്ചു തരുവാനായിട്ട് പോകുന്നത്. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുകയാണ്. റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ബാക്കിൽ നിന്ന് മറ്റു വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വണ്ടി റോഡിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ഞാനിത് ആക്സിലറേറ്റർ കൊടുത്ത് സെക്കൻഡ് ഗിയർ കൊടുത്തു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. ക്ലച്ച് ഔട്ട് ഞാനിത് തേർഡ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. ഞാനിത് ക്ലച്ച് ഔട്ട് ഇത് ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. വണ്ടി അത്യാവശ്യം വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി പോകുന്നത് ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ വേഗത്തിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. അതിനുശേഷം നിങ്ങളുടെ കാല് മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് വണ്ടി ചെറുതായിട്ട് നിങ്ങൾ സ്ലോ ചെയ്തുകൊണ്ട് തന്നെ ക്ലച്ച് ഫുള്ള് ചവിട്ടി നിങ്ങൾ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. ക്ലച്ച് ഫുള്ള് ചവിട്ടി വീണ്ടും സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്ത് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ട വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു വണ്ടി നമുക്ക് എങ്ങനെ എമർജൻസി ആയിട്ട് നിർത്താമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ നമുക്ക് എമർജൻസി ആയിട്ട് 2-3 രീതിയിൽ നമുക്ക് വണ്ടി നിർത്തേണ്ട അവസരങ്ങൾ വരാറുണ്ട്. സഡൻ ബ്രേക്കിലൂടെ വണ്ടി നിർത്തേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. മെയിൻ റോഡിലൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ പൂച്ചയോ പട്ടിയോ പോലെയുള്ള മൃഗങ്ങൾ റോഡിന് മുന്നിൽ കുറുകെ ചാടിയാൽ പെട്ടെന്ന് നമുക്ക് വണ്ടി നിർത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഗിയർ ഒന്ന് ഡൗൺ ചെയ്യാനുള്ള ടൈം പോലും നമുക്ക് കിട്ടത്തില്ല. പെട്ടെന്ന് ബ്രേക്കിൽ വന്നു ക്ലച്ചും കൂടെ ചവിട്ടി നമ്മൾ എങ്ങനെയും വണ്ടി നിർത്തുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ അല്ലാത്ത പക്ഷം നമ്മൾ വണ്ടി നിർത്തുമ്പോൾ നല്ല വേഗത്തിൽ ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന അവസരങ്ങളിൽ നമ്മൾ ഒരു ഫോർത്ത് ഗിയറിലൊക്കെ ആയിരിക്കാം നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ ബ്രേക്കിൽ വന്ന് വണ്ടിയുടെ വേഗത ചെറുതായിട്ട് കുറച്ചുകൊണ്ട് തന്നെ ക്ലച്ച് ഫുള്ള് ചവിട്ടി ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത്
തേർഡിലേക്ക് ഇടുക. പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വീണ്ടും നിങ്ങൾ ബ്രേക്കിൽ അപ്ലൈ ചെയ്ത് വണ്ടിയുടെ വേഗത വീണ്ടും റെഡ്യൂസ് ചെയ്ത് വീണ്ടും ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് വരിക. അങ്ങനെ ഗിയറിലേക്ക് വന്ന് തന്നെ നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ രണ്ട് പിടുത്തം വരും, ഗിയറിൻ്റെ ഒരു പിടുത്തം വരും, നമ്മുടെ ബ്രേക്കിൻ്റെ ഒരു പിടുത്തം കൂടെ വരുമ്പോൾ നമുക്ക് ഒരു വണ്ടിയുടെ വേഗത നമുക്ക് കുറേ കൂടെ കുറയ്ക്കുവാനും വളരെ സേഫായിട്ട് തന്നെ ഒരു വണ്ടി നിങ്ങൾക്ക് നിർത്തുവാനും സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള ആ ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതോടൊപ്പം തന്നെ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഓരോ പേജുണ്ട്. പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.